നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് നോക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ആദ്യം തന്നെ മലയാള മനോരമയാണ്. മനോരമയുടെ ആദ്യ പേജിൽ 4 വാർത്തകളാണ് നൽകിയിരിക്കുന്നത്. 3 ചെറിയ വാർത്തകളും മറ്റൊരു വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അന്വേഷണ റിപ്പോർട്ട് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി ഒടുവിൽ കൈവിട്ടു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ADGP ഒടുവിൽ മുഖ്യമന്ത്രി കൈവിട്ടു എന്ന തരത്തിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം CPIയുടെ പ്രതികരണവും അതുപോലെ തന്നെ ഒരു കാർട്ടൂണും ഈ വാർത്തയ്ക്കൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. മറ്റു 3 വാർത്തകൾ നോക്കുകയാണെങ്കിൽ, സിറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതാംഗവും മാർപ്പാപ്പയുടെ യാത്രകളുടെ ചുമതലയുള്ള സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റുമായ ജോർജ് ജേക്കബ് കൂവക്കാടിനെ കർദിനാൾ സ്ഥാനത്തേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി എന്നതാണ് വാർത്ത. അടുത്തത്, ഗസയിലെ മസ്ജിദിലും സ്കൂളുകളിലും ബോംബിംഗ്, 26 മരണം എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദമായ വാർത്തകൾ പേജ് 7-ലും പേജ് 8-ലും തുടർന്ന് വായിക്കാവുന്നതാണ്. അടുത്തത്, വയലാർ അവാർഡ് അശോകൻ ചുരുവിലിന് എന്ന വാർത്തയും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലും MR അജിത് കുമാറിനെ മാറ്റിയതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന മറ്റു വാർത്തകൾ നോക്കാം. കാട്ടൂർ കടവിന് വയലാർ അവാർഡ് എന്ന വാർത്ത വളരെ വിശദമായി തന്നെ ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു താഴെയായാണ് പരാതി നൽകാം, വാട്സ്ആപ്പ് നമ്പർ ഉടൻ അഴിമതി തുടച്ചു നീക്കും എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ബോധപൂർവം വൈകിപ്പിക്കുന്നതിനെക്കുറിച്ചും അഴിമതി സംബന്ധിച്ചും ജനങ്ങൾക്ക് പരാതി നൽകാൻ കേന്ദ്രീകൃത വാട്സാപ്പ് നമ്പർ സജ്ജമാക്കുന്നു എന്ന വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ ഇടതുഭാഗത്തായി അന്ന് ഈ മലപ്പുറം സ്നേഹം എവിടെയായിരുന്നു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് KT ജലീലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണവും നൽകിയിട്ടുണ്ട്. ഒപ്പം CPIM യുദ്ധവിരുദ്ധ ദിനാചരണം ഇന്ന് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 2 ലക്ഷം രൂപ കൈക്കൂലി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ കനത്ത മഴ, 6 ജില്ലയിൽ ഇന്ന് മഞ്ഞ അലർട്ട് എന്ന വാർത്ത. പതിവ് സന്ദർശനം നിർണായക യോഗമാക്കി മാധ്യമങ്ങൾ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും എത്തിയത് മാധ്യമങ്ങൾക്ക് നിർണായക കൂടിക്കാഴ്ച എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഗസയിലെ കൊലവിളിക്ക് ഒരാണ്ട്, അറുതിയില്ലാതെ കൂട്ടക്കുരുതി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഗസയുമായി ബന്ധപ്പെട്ട ഗസ വംശഹത്യയെക്കുറിച്ചുള്ള വാർത്ത വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി MT വാസുദേവൻ നായരുടെ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചവരെ പിടികൂടിയതിനെ കുറിച്ചുള്ള ഒരു വാർത്തയും ദേശാഭിമാനിയിൽ ഏറ്റവും ഒടുവിലായി തന്നെ നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിന്റെ ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത് ഒരു വലിയ ചിത്രമാണ്. ഒലിവ് മരമേ ഉയരൂ എന്ന ഒരു ക്യാപ്ഷനാണ് അതിന് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ടു താഴെ ഗസയിലെ ഇസ്രായേൽ വംശഹത്യയുടെ 1ാം വാർഷികത്തിൽ US തലസ്ഥാനമായ വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിന് സമീപം നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ സാമുവൽ മേന ജൂനിയർ എന്ന US പൗരൻ വംശഹത്യയിൽ പ്രതിഷേധിച്ച് സ്വയം തീ കൊളുത്തിയപ്പോൾ ഉണ്ടായ ഒരു കാഴ്ച, അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു ചിത്രവും ഒരു കാർട്ടൂൺ ചിത്രവും അതുപോലെ തന്നെ ഒരു ഫോട്ടോയുമാണ് മാധ്യമത്തിൻ്റെ ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. ഇനി മാധ്യമത്തിലെ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, ആദ്യം തന്നെ ഗസയിലെ ക്രൂര വംശഹത്യയ്ക്ക് 1 വർഷം കൊന്നൊടുക്കുന്നു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഗസയിൽ മസ്ജിദിലും സ്കൂളിലും ബോംബിംഗ് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായി മരിച്ചു വീണത് 42,000 പേർ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മരണവിവരവും നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, മറീന ബീച്ചിൽ വ്യോമാഭ്യാസം, തിക്കിലും തിരക്കിലും 3 മരണം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ 92ാം വാർഷികത്തോടനുബന്ധിച്ച് മറീന ബീച്ചിൽ നടന്ന വ്യോമാഭ്യാസം കാണാനെത്തിയവർക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത് ADGP MR അജിത് കുമാറിനെ മാറ്റിയതിനെ കുറിച്ചുള്ള വാർത്തയാണ്. അത് വളരെ വിശദമായി തന്നെ മാധ്യമത്തിൽ കാണാൻ സാധിക്കും. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ, ജോർജ് ജേക്കബ് കർദിനാളിന് സ്ഥാനക്കയറ്റം ഉണ്ടായത്, ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനക്കയറ്റം നൽകിയതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയലാർ അവാർഡ് ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്ത, അശോകൻ ചുരുവിലിന് ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പിറന്നു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് PV അൻവറിന്റെ CPMന്റെ യുദ്ധം പ്രഖ്യാപിച്ച് ഇടതുപാളയത്തിൽ നിന്ന് പുറത്തു കടന്ന PV അൻവർ MLA പുതിയ സാമൂഹിക കൂട്ടായ്മ രൂപീകരിച്ചതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ദീപികയാണ്. ദീപികയിൽ ആദ്യം തന്നെ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, പുതുതായി 21 കർദിനാൾമാർ കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചതിനെ കുറിച്ചുള്ള ഒരു വിശദമായ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഈ വാർത്തയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും. അതുപോലെ പുതിയ കർദിനാൾമാർ ആരൊക്കെ എന്നതും അതിൻ്റെ ലിസ്റ്റ് ഉൾപ്പെടെ ഈ വാർത്തയ്ക്കൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, അജിത് കുമാറിനെതിരെ കരുതൽ നടപടി, ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി എന്ന തലക്കെട്ടോടെ ആ വാർത്തയും നൽകിയിട്ടുണ്ട്. സാമൂഹിക സംഘടന പ്രഖ്യാപിച്ച് അൻവർ BJPക്ക്
പരവതാനി വിരിച്ചത് മുഖ്യമന്ത്രി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് PV അൻവറിനെ കുറിച്ചുള്ള വാർത്തയും ദീപികയിൽ കാണാൻ സാധിക്കും. മറ്റു രണ്ട് വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ വയലാർ അവാർഡ് അശോകൻ ചുരുവിലിന് ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തയും CPIയുടെ ആവശ്യം നിറവേറി എന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും നൽകിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെ മാറ്റിയതിനെ കുറിച്ചുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അടുത്ത പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ എന്നാൽ മറ്റു പത്രങ്ങളെക്കാളൊക്കെ ഏറെ പ്രാധാന്യത്തോടെ ADGP MR അജിത് കുമാറിനെ മാറ്റിയതിനെ കുറിച്ചുള്ള വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം PV അൻവറിന്റെ പ്രതികരണം, CPIയുടെ പ്രതികരണം, VD സതീശന്റെ പ്രതികരണം എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ആ വാർത്തയ്ക്കൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം കാർട്ടൂണുമെല്ലാം നൽകിയിട്ടുണ്ട്. മാർപ്പാപ്പ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയതിനെ കുറിച്ചുള്ള വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ പ്രാധാന്യം ഒട്ടും ചോരാതെ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ തിരക്കിൽപ്പെട്ട് 6 പേർ മരിച്ചു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ചെന്നൈയിലാണ് സംഭവം. അടുത്തത് വയലാർ അവാർഡ് അശോകൻ ചുരുവിലിന് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം CPMനെ പിണക്കില്ല, അൻവറിനെ തള്ളി DMK എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഒരു ചെറിയ കോളം വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്ത വാർത്ത ഗാസപ്പള്ളിയിൽ ഇസ്രായേൽ ആക്രമണം 26 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. സുബ്ബലക്ഷ്മി പുരസ്കാരം കോടതി കയറി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി MS സുബ്ബലക്ഷ്മി പുരസ്കാരം സംഗീതജ്ഞർ TM കൃഷ്ണയ്ക്ക് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സുബ്ബലക്ഷ്മിയുടെ കൊച്ചുമകൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് അത്. കരുതൽ വേണം, ഡിജിറ്റൽ അറസ്റ്റ് ഇല്ല എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ വീഡിയോ കോളിലൂടെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്നും ജനം ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. കൗമുദിയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇന്ന് ഒരാണ്ട് എന്ന വാർത്തയ്ക്കാണ് ആദ്യം തന്നെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. യുദ്ധം കത്തുന്നു, സമാധാനം അകലെ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. പുറത്തെങ്കിലും അരികെ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ADGP MR അജിത് കുമാറിനെ മാറ്റിയതിനെ കുറിച്ചുള്ള വാർത്ത വിശദമായി തന്നെ കൗമുദിയിൽ കാണാം. ഒപ്പം ഒരു കാർട്ടൂണും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ LDC ചോദ്യപേപ്പർ തലേന്ന് ഔദ്യോഗിക സൈറ്റിൽ കോട്ടയം കോഴിക്കോട് പരീക്ഷയിലും തട്ടിപ്പ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലേക്ക് സെപ്റ്റംബർ 28 നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും തലേ ദിവസം PSC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി വ്യക്തമായിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത് കൗമുദിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി കൂടിയാണ്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ കൗമുദി TV പ്രവാസി സംഗമവും പുരസ്കാര വിതരണവും ഇന്ന് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മലബാറിൽ പുതിയ ജില്ല വേണമെന്ന് അൻവർ പറഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. വയലാർ അവാർഡ് അശോകൻ ചുരുവിലിന് എന്ന വാർത്തയും കൗമുദിയിൽ കാണാൻ സാധിക്കും. 100 മണിക്കൂറിൽ ചന്ദ്രനിൽ ഇന്ത്യൻ റോക്കറ്റ് ഒരുങ്ങുന്നു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കാനും ഉഗ്രശേഷിയുള്ള കൂറ്റൻ റോക്കറ്റ് ISRO ഒരുക്കുന്നു എന്നതാണ് വാർത്ത. ഏറ്റവും അവസാനത്തെ പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന വാർത്ത വ്യോമസേനാ ദിനം ആവേശമായി ആകാശശക്തി റെക്കോർഡ് ബുക്കിലും ഇടം നേടി എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രാധാന്യത്തോടെ വിശദമായി നൽകിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ നീക്കം, ദർശന നിഷേധത്തിൽ പ്രതിഷേധം ശക്തം എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ തീരുമാനം പിൻവലിക്കണം, VHP ഇടത് സർക്കാരിന്റെ ഗൂഢശ്രമം, ഹിന്ദു ഐക്യവേദി എന്നിങ്ങനെയുള്ള 2 തലക്കെട്ടുകൾ നൽകിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഒടുവിൽ അജിത് കുമാറിന് മാറ്റം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ADGP MR അജിത് കുമാറിനെ മാറ്റിയതിനെ കുറിച്ചുള്ള ഒരു വാർത്ത ജന്മഭൂമി നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിച്ച് ഇസ്രായേൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ 1ാം വാർഷിക വേളയിൽ ഇസ്ലാമിക ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിച്ച് ഇസ്രായേൽ എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദമായ വാർത്തകൾ പേജ് 8 കാണാവുന്നതാണ്. ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്ത കരുവന്നൂർ ബാങ്കിനെ രക്ഷിക്കാൻ നൽകിയ തുകയിലും വെട്ടിപ്പ് എന്നതാണ് ഏറ്റവും അവസാനമായി ജന്മഭൂമിയിൽ കാണാൻ സാധിക്കുന്ന വാർത്ത. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളും പ്രധാന തലക്കെട്ടുകളും. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ നമസ്കാരം.